അപ്പോൾ നമ്മൾ ചാള എങ്ങനെയെന്ന് വെക്കാൻ പോവാണ് കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചു, ചെറുതീയാണ് കേട്ടോ, ചെറുതീയില വെച്ചാണ് ഞാൻ. ഇനി നമ്മൾ അതിനകത്തേക്ക് ചെറുതീയിലാണ് വെച്ചിരുന്നത്, ചെറുതീയിലാണ്. അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുക. ചെറുതീയിലാണ്. ഇങ്ങനെ ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കുരുമുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി നമ്മൾ കഴിക്കണക്കാണ് കേട്ടോ. സ്പൂണാണെങ്കിൽ ഒരു രണ്ടര അല്ലേ? നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ എന്താ ഇടാൻ പോണേണ്? മുളക് പൊടി ഇടാൻ പോണേ കേട്ടോ. എരിവിന് നോക്കിയിട്ട് മതി, കുറേ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ഇതാവാൻ നിൽക്കണ്ട. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാ, എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതുകൊണ്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി എല്ലാം കൂടി ചതച്ചത് അതും കൂടി ഇട്ടിട്ട് ഇതെങ്ങനെ അങ്ങത് നല്ലപോലെ ഇതാക്കാം. അതിൻ്റെ കൂടെ ഉപ്പ് ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് വെക്കും അല്ലേ? അത് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കാൻ മതി. കാര്യം മീൻ ഫ്രൈനൊക്കെ കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അത് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചാളേനെ ഇങ്ങനെ അങ്ങോട്ട് താരം 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 ഉദയനാണ് താരം. മത്തിയുടെ കിടപ്പുണ്ട്, കുളിച്ച് നല്ല സിൽവറിനായിട്ട് കിടക്കുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഇളക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇളക്കിയ ചിലപ്പോ അയാളുടെ പരിപ്പളവും എല്ലും ഒക്കെ പുറത്തേക്ക് ചാടും. ചാളയുടെ പരിപ്പല്ലേ നല്ല പോലെ അതിൻ്റെ അകത്തൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. കേട്ടോ. എല്ലാം കൂടിയിട്ട് നമ്മൾ വാളംപുളിയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി കുറച്ച് ഇങ്ങനെ തളിച്ചു കൊടുക്കാം. തളിച്ചു കൊടുക്കാം ഇങ്ങനെ. അതിൻ്റെ മൂടി തന്നെ എടുക്കണം. അത് രണ്ട് മൂടിയിൽ തന്നെ എടുക്കാം. നന്നായിട്ട് തളിച്ചു കൊടുക്കുക ചെയ്തത്. ഇതൊന്ന് ചെറുതീയിലാണ് തളിച്ചത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതീയിൽ കിടന്നിട്ട് വേണം പിന്നെ നിങ്ങൾ റോസ്റ്റിലേക്ക് എടുക്കാൻ. ഇതങ്ങൾ തിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആകുമ്പോൾ നിങ്ങൾ കയ്യൊക്കെ കടിച്ച് വയ്ക്കും. അങ്ങനെ പതിയെ ഒന്ന് അടച്ചു വയ്ക്കാം. കളപ്പുള്ളൂ ചെറുതീയിൽ കിടന്ന് ഇവനങ്ങാട് സെറ്റായി വരട്ടെ. ഇപ്പോഴാണ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മളിതിങ്ങനെ മൂടി വയ്ക്കുക. ചെറുതീയിൽ കിടന്നാണ് നിങ്ങൾ മൂടി വയ്ക്കുക. നോൺ സ്റ്റിക്ക് പാനായിരിക്കും ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? മറ്റേ ചട്ടിയിലിട്ട് വെച്ചാൽ അടിക്ക് പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇച്ചിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ കിടക്കെ ശ്രദ്ധിച്ചാൽ മതി. ചെറുതീ ഇടുക, ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, നമ്മുടെ സംഭവം ഒരു തിള പോലെ വരുന്നുണ്ട് കേട്ടോ. എണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ വിനാഗിരി 2 മൂടി ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഈ ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല്. ഇനിയിപ്പോൾ അടക്കണ്ടെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. ഇത് അടക്കണ്ട, അതങ്ങനെ തന്നെ ഇരുന്ന് കുക്കാവട്ടെ. പതിയെ മീൻ പോലെ അറിയാണ്ട് പതിയെ അങ്ങോട്ട് മറിച്ചിടണം. ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാൽ അതൊന്ന് ഉടയും. എന്നാലും നമുക്ക് മാക്സിമം ഉടക്കാതെ നോക്കാം. അമ്മ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാവുന്നു. അപ്പം നമ്മുടെ അമ്മ അത് മറിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കുപ്പിയോളൊക്കെ ഇട്ടുള്ള പാചകമാണ് ഗൈസ് കാണുന്നത്. കുപ്പിയോളം ഇഷ്ടമാണോ? കുപ്പിയോളം ഇഷ്ടമാണ്. ഗൈസ് കമ്മലിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ നല്ലൊരു വീഡിയോക്ക് വേണ്ടിയിട്ടേ അമ്മ അത് അഴിച്ചതാണ്. എന്നിട്ട് അമ്മ ഇന്ന് ജോലിക്ക് പോയപ്പോൾ കമ്മലിടാതെ പോയി. ജോലിക്ക് പോയപ്പോൾ കമ്മലിടാൻ മറന്നു. ഇന്നലെ ആൺവേഷം കെട്ടാൻ വേണ്ടിയിട്ടേ അമ്മ കമ്മലൊക്കെ മല്ലിയില ഉണ്ട്. മല്ലിയില ഇലയില്ല, തണ്ട് മാത്രമേ ഉള്ളൂ.
അപ്പം ഞാനത് പതിയാണ് പിന്നെ ഞങ്ങൾ ഇത് കൊടുത്തിട്ടാ. എന്താ ഫ്ലേവർ കിട്ടുമല്ലോ, രണ്ടായിരം ഫ്ലേവർ ഇത് രുചിയുണ്ടല്ലേ. കള്ളശാത്തിനും പിന്നീട് മാറും കള്ള കള്ളശാത്തിൻ്റെ കറിയാണല്ലോ വെക്കുന്നത്. അപ്പം മാറും. കള്ളശാത്തിൻ്റെ കറി മാറി നിൽക്കുമെന്ന് പറയുന്നത് കേട്ടോ. ശരിയാണ്, ആദ്യം നിന്നപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നിട്ടാ. ഒറ്റ ദിവസം ഇവിടെ ശരിക്കും മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഇരിക്കും. നമ്മളത് ഭയങ്കര ഇച്ചിരി കഴിച്ചു, പിന്നെ കഴിക്കാൻ മടിയായി അങ്ങനെ. പക്ഷേ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ ചുമ്മാ കൂട്ടി പറയാനല്ല കേട്ടോ. ഈ സാധനം കഴിച്ചിട്ട് 2 കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. പെട്ടെന്ന് തീർന്നു, ചട്ടി പെട്ടെന്ന് കഴിക്കും. നമ്മുടെ മീൻ കുരുക്കിത്തക്കത്ത ഇതാണ് എൻ്റെ മെയിൻ സാധനം കേട്ടോ. കുരുക്കിത്തക്കത്തി അടിപിടിയാതിരിക്കും മെയിൻ കേട്ടോ. ഞാൻ നമ്മൾ കുലുക്കിത്തക്കത്തി നൂറ് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഉണ്ടാ കുലുക്കിത്തക്ക കണ്ട. ഇങ്ങനെ കുലുക്കിത്തക്ക കാണിക്കണം അവിടെ. കല്ലെന്നുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെ മറിച്ചിടണം കണ്ടാ. ഇവൻ ഇങ്ങനെ മറിച്ചിടണം, അല്ലാതെ കയ്യിൽ വെച്ച് മറിച്ചിട്ട സംഭവം പോവും. അതേപോലെ ചട്ടിയുടെ ഉള്ളിൽ തന്നെ വീഴേം വേണം മറിച്ചിടുമ്പോൾ. അത് മെയിൻ പോയിന്റ്. അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെന്ന്. ഞാൻ റോസ്റ്റാവട്ടെ അവിടെ കിടന്നു. റോസ്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ പാകമാകുമ്പോൾ സോപ്പൊക്കെ ഇറക്കി കുഴച്ചുമുട്ടി ഒരു സംഭവം ഇങ്ങനെ വിട്ടു പോകൂട്ടാ. കറക്റ്റ് മീൻ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അത് ഉടയും. ഒരു ദിവസം ഭയങ്കരമായിട്ട് ഉടക്കാതെ മാക്സിമം നമ്മൾ നോക്കണം. പ്ലേറ്റ് എടുത്തോ കൊതിയിടണ്ട. എല്ലാവർക്കും ഉണ്ടാക്കി തരും അല്ലേ? എല്ലാവരും പൈസ കഴിക്കും. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു കുട്ടി കള്ളം കൂടെ എൻ്റെ അമ്മ പൊളിക്കും. പൊളിച്ചപ്പ അടിപൊളിയാവും. എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെർഫെക്റ്റാണ്. കുരുമുളകാണ്. കുരുമുളക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. തൊണ്ടയ്ക്ക് ചിലപ്പോൾ ചുമയുള്ള ആൾക്കാർക്ക് നല്ലതാണ്. തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് കുരുമുളക്. പിന്നെ കുഴപ്പമില്ല. നമ്മുടെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാമെന്ന് പെട്ടെന്ന് സെറ്റായില്ല. ടപ്പാന്നും പറഞ്ഞായില്ല. എരിവും പുളിയും എങ്ങനെയാണ് റോസ്റ്റിൻ്റെ പരിവം നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ അത് ഓഫാക്കാം. ചോറ് നിന്ന് തുടങ്ങാം. പെട്ടെന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോവുക. അതെന്താണോ അങ്ങനെ തിന്നണ കാണിക്കണ്ടേ ഗൈസ്? നിങ്ങളെ കൊതിപ്പിക്കണ്ടേ? ഇവര് തിന്നണ കാണിക്കും. എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ വന്നപ്പോൾ തന്നെ ചായയും ദോശയും തിന്നതാണ്. എൻ്റെ വയറ് നിറഞ്ഞു. സ്ഥിരമാണ് ഗൈസ്. ഞാൻ കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നാളെ 4 മണി. അത് ടേസ്റ്റ് ചെയ്തോ. ബായ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നോക്കാം കേട്ടോ. റെഡിയാവും സെറ്റാവും എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ്, അടിപൊളിയായിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെയാണ് ഇന്നുമായത്. ഞാൻ മറ്റേതുപോലെ ഇങ്ങനെ മറിച്ചിടയൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. ഞാൻ മറിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊക്കെ വേറെ വേറെ പകുതി മീൻ ചിലപ്പോൾ താഴ്ത്തി കിടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടിട്ട് ഞാൻ മറിച്ചിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ അവരെ ഒന്ന് തലോടി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു മേൻപൊടിയായിട്ട് 2 വെളുത്തുള്ളി. അത് കാര്യം മറന്നിരിക്കണമായിരുന്നു. അപ്പം അതുകൂടി ഓർമ്മ വെച്ചിട്ട് ഞാൻ 2 വെളുത്തുള്ളി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് 2 വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുക. അത് കൂടി ആയിക്കഴിഞ്ഞാൽ അതൊന്ന് ഇതായിക്കഴിഞ്ഞാൽ സെറ്റായി. നല്ല സ്മെല്ലായി. സെറ്റായി. നല്ല സ്മെല്ല് സെറ്റായി. ഇവിടെ സെറ്റിന്റെ കൈ കാണണില്ല. ആ സെറ്റായി സെറ്റായി. മസാല എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് തീരാറാവുമ്പോഴാണ് നമ്മൾ ചെയ്യണത്. ആദ്യമേ ചെയ്യരുത്. വെള്ളമേ ഇല്ല കേട്ടോ. വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വേണ്ട. വെളിച്ചെണ്ണ മാത്രമാണ്. നമ്മൾ ഉപയോഗിക്കണ എന്താ ഓയിലെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോളൂ. ഞങ്ങൾ തവിടെണ്ണയാണ് ഉപയോഗിക്കണത്. അപ്പോൾ അതാണ് ഞങ്ങൾ തവിടെണ്ണയിലാണ്. പക്ഷേ വെളിച്ചെണ്ണ തവിടെണ്ണ. നമ്മൾ വെളിച്ചെണ്ണയുടെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ വെളിച്ചെണ്ണയുടെ ആൾക്കാരായിരുന്നു. പക്ഷേ വെളിച്ചെണ്ണ ശരീരത്തിന് ദോഷമെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തവിടെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് ആ വെളിച്ചെണ്ണയിലും ടേസ്റ്റ് കൂടുതൽ തവിടെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഹെൽത്തിയുമാണ്. അതെ, ശരീരത്തിന് കംപ്ലൈൻറ്റ് ഇല്ല, ഒന്നുമില്ല. അതേവിടെ അവൻ ഫ്ലെയിമിൽ കിടന്നൊന്ന് റോസ്റ്റായിട്ടുണ്ട് കേട്ടോ. അധികം നേരം വെക്കരുത്. മസാലയൊന്ന് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അവൻ്റെ ഇതങ്ങ് മാറും. ഞങ്ങൾ തീ ഓഫാക്കാൻ വേണ്ട. ഉണ്ടോ ഫ്രൈ ആയി വന്നുണ്ടോ? മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേ? തീ ഓഫ് ചെയ്യാം.
അപ്പോൾ കുളിച്ച് ഫ്രഷായി വന്നിട്ട് കാബേജ് ഉപ്പേരി മോരിച്ചാരും നമ്മുടെ ഇന്നത്തെ മെയിൻ താരമായ നമ്മുടെ ചാള ഫ്രൈയും അല്ലെങ്കിൽ റോസ്റ്റും ഒക്കെ ഇട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നത്തെ പോലെ തന്നെ സെയിം ടേസ്റ്റ്, പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചില്ല. അന്നത്തെ പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ വയറ് നിറച്ച് ഞാൻ ചോറ് കഴിച്ചു. അമ്മ ഇന്ന് കഴിച്ചില്ല കേട്ടോ, ദോശ കഴിച്ചെന്ന് പറഞ്ഞാൽ ചേട്ടനും ഇതിലൊക്കെ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കായിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഗുഡ് നൈറ്റ് പറയാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. താങ്ക്